പള്ളിപ്പുറത്തെ 4 സ്ത്രീകളുടെ തിരോധാന കേസ് പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തിയും ചുറ്റികയും ഡീസൽ കന്നാസും കണ്ടെത്തി. ഏറ്റുമാനൂർ വെട്ടിമുകളിലെ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ക്രൈംബ്രാഞ്ച് സംഘം വാഹനം പരിശോധിച്ചു. കസ്റ്റഡിയിലുള്ള പ്രതി സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഇനിയിപ്പോൾ ഈ സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ എന്തൊക്കെ നടപടിയാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുണ്ടാവുക? കൂടുതൽ തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ചിന് ലഭിക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലുമായി അയാൾ സഹകരിക്കുന്നുണ്ടോ? ജിൽസി, ഈ മാസം 12-ാം തീയതി വരെ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ വൈകിട്ട് സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെട്ടിമുകളിലുള്ള ഭാര്യ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത്. സെബാസ്റ്റ്യന്റെ നിർത്തിയിട്ട കാറിന് പിന്നിൽ നിന്നും കന്നാസും അതോടൊപ്പം തന്നെ ചുറ്റികയും കത്തിയും ലഭിച്ചു. ഈ കന്നാസ് ഡീസൽ വാങ്ങാൻ ഉപയോഗിച്ചിരുന്നതാണ് എന്നും സെബാസ്റ്റ്യൻ മൊഴി നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജൈനമ്മയെ പരിചയമുണ്ട് എന്നുള്ള മൊഴിയും ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ സംഘങ്ങൾ വഴിയാണ് ജൈനമ്മയെ പരിചയപ്പെട്ടത്. ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം എന്ന പ്രാർത്ഥനാ സംഘത്തിൽ പല സമയത്തും ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജൈനമ്മയുടെ തിരോധാനം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവരെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെയും വ്യക്തമായ ഒരു മൊഴിയോ അല്ലെങ്കിൽ കുറ്റസമ്മതമോ നടത്താൻ പ്രതി തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നും വിശദമായി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യും. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൂടാതെ ഈ കേസിലെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DNA ഫലമാണ്. DNA പരിശോധനാ ഫലങ്ങളും ഈ ആഴ്ച ലഭിക്കും. ജൈനമ്മ അതോടൊപ്പം തന്നെ കാണാതായ മറ്റ് സ്ത്രീകൾ ബിന്ദു അതോടൊപ്പം തന്നെ സിന്ധു, ആയിഷ എന്നീ സ്ത്രീകളുടെ ബന്ധുക്കളുടെയും രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ ആഴ്ച തന്നെ ഇവയുടെ പരിശോധനാ ഫലം വരും. അതോടുകൂടി ശാസ്ത്രീയമായി കേസ് നിലനിൽക്കും, കോടതിയിൽ നിലനിൽക്കും. സെബാസ്റ്റ്യന്റെ എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും ഇന്നും വിശദമായ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. സെബാസ്റ്റ്യനെ ആവശ്യമെങ്കിൽ ഈരാറ്റുപേട്ടയിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെബാസ്റ്റ്യൻ ആദ്യഘട്ടങ്ങളിൽ പൂർണ്ണമായും ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായത്. ഒരു കാര്യങ്ങളും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പല സൂചനകളും ഈ സെബാസ്റ്റ്യൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിപ്പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതും ഇന്നലെ വീട്ടിലെ എത്തി കാറിൽ നിന്നും ഈ സാധന സാമഗ്രികൾ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ കോടതിയിൽ എത്തിച്ചപ്പോൾ പോലീസ് തന്നെ ഉപദ്രവിക്കുന്നില്ല എന്ന് സെബാസ്റ്റ്യൻ പറയുകയുണ്ടായി. പക്ഷെ തനിക്ക് നിയമസഹായം വേണമെന്നും മെച്ചപ്പെട്ടൊരു കിടക്ക വേണമെന്നുമൊക്കെയും ഇയാൾ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും സെബാസ്റ്റ്യന് മറ്റു തരത്തിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിന് പോലീസിന് തടസ്സം നിൽക്കുന്നത് ഇയാളുടെ ആരോഗ്യമാണ്. ആരോഗ്യപരമായി ഇയാൾ വലിയ ബുദ്ധിമുട്ടിലാണ്. കൂടാതെ കടുത്ത പ്രമേഹ ബാധിതനാണ്. അതുകൊണ്ട് ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകളും മറ്റുമുണ്ട്. അതുകൊണ്ട് ഇയാളെ ആ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഈ ശാസ്ത്രീയ തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും പരമാവധി കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ സെബാസ്റ്റ്യൻ സൂചന നൽകുന്നത്. എന്തായാലും ഈ DNA ഫലം വരുന്നതോടുകൂടി ഈ കേസ് കൂടുതൽ ക്രൈംബ്രാഞ്ചിന് കൂടുതൽ പിടിമുറുക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത്. ജിൽസി. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.